ചിന്തിച്ചിട്ടുണ്ടോ ഈ കൊറിയക്കാരുടെ സ്കിൻ എന്താ ഇതുപോലെ ഗ്ലാസ് പോലെ തിളങ്ങിയിരിക്കണേന്ന്? എന്തായാലും നമുക്ക് ഇതുപോലൊരു നാച്ചുറൽ ഗ്ലോ ഇട്ടാനിട്ട് കൊറിയക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുപോലെ സെലിബ്രിറ്റീസിനെ പോലെ ഒരുപാട് ക്യാഷ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരുപാട് ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനായിട്ടായിരിക്കും എപ്പോഴും നോക്കും. നമ്മളൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള, വർത്ത് ഫോർ മണി ആയിട്ടുള്ള, നോ റിഗ്രറ്റ്സ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ദേ ഓൺലി നീഡ് എ നാച്ചുറൽ ഗ്ലോ. അങ്ങനെ നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു സ്റ്റോക്ക് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, NYBയുടെ ഈ ഒരു സ്റ്റോക്ക് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തരാം. ഇത് നമുക്ക് നാച്ചുറൽ ഗ്ലോ തരുമോ? എന്തായാലും ഇതിൻ്റെ റേറ്റ് കമ്പയർ ടു അതേഴ്സ് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. സോ നോ മോർ വെച്ച് കെട്ടലില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്താണ് വാട്ട് ഈസ് സ്റ്റോക്ക് ക്രീം നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവർക്കും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഫേസിൽ നമുക്കിപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ട. ഫേസിൽ ഒരു നാച്ചുറൽ ഗ്ലോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മുഖം നന്നായിട്ട് തിളങ്ങിയിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ തന്നെ ഈ കൊറിയൻ സ്കിന്നൊക്കെ കണ്ടിട്ടില്ല, അവരുടെ ഫേസിൽ കണ്ടിട്ടില്ല, നമ്മൾ ഒത്തിരി മേക്കപ്പ് ഒന്നും തോന്നത്തില്ല, പക്ഷെ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടായിരിക്കും. അതാണ് സംഭവം. പിന്നെ ഇത് നമുക്ക് ക്രീം ഫോമിൽ, അതുപോലെ തന്നെ ലോഷൻ ഫോമിലൊക്കെ കിട്ടും. ഇതൊരു ലോഷൻ ഫോമിലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വേരിയൻറ്റ് ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഗോൾഡ്, പിങ്ക്, സിൽവർ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഒരു സ്റ്റോക്ക് ക്രീം എന്ന് പറയുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ഇത് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്കൊരു പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെയൊക്കെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചീക്കിൽ, അതുപോലെ തന്നെ നോസിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്ന് നമ്മുടെ ഫേസിൽ തോന്നുന്ന ചില പോർഷൻസിൽ അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേറെ ഒരു സംഭവം ഇടണ്ട, ഒന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് നമുക്കിത് ഫേസിൽ ഇത് മാത്രമായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് ക്രീം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NYBയുടെ പ്രോ സ്റ്റോക്ക് ക്രീമാണ്. ഇത് 12 ഗ്രാമാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി അഫോർഡബിൾ. നമുക്ക് നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നന്നായിട്ട് ബ്ലെൻഡബിൾ ആണ്, ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈലി ഷൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് വെരി അഫോർഡബിൾ. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഈ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. അതല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു മാറ്റ് ഫിനിഷ് തരില്ല. ഒരു 24 hour അല്ലെങ്കിൽ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു എന്ന് വെച്ചിട്ട് എന്താണ് പെർഫോമൻസ് അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയപ്പോൾ ഇതിന് 269 എന്തോ ആയിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് ഓഫർ വരും കേട്ടോ. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ പർപ്പിളിലൊക്കെ നല്ല റേറ്റ് 200-ന് താഴെ റേറ്റ് ഇത് കിടക്കുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് വേരിയൻറ്റ് ഷെയ്ഡിൽ അവൈലബിൾ ആണ്. പിങ്ക്, ഗോൾഡ്, സിൽവർ അങ്ങനെ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പിങ്ക് ടോപ്പാസ് എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ, ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രീം ഫോമിലും ലോഷൻ ഫോമിലും ഒക്കെ കിട്ടും. അതിൽ വേരിയൻറ്റ് ഷെയ്ഡ്സും ഉണ്ടാകും. പക്ഷേ നമ്മുടെ സ്കിൻ ടൈപ്പിന് കുറച്ചും കൂടെ സ്യൂട്ടാകുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ, ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടു, അപ്പോൾ അതിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പിങ്കാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫേസിന് ആ ഒരു പിങ്കിഷ് ഷെയ്ഡ് തരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അത് കാരണം
ഞാനിതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, പിങ്ക് ഷെയ്ഡാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. ഇത് നമ്മുടെ ഒരു നാച്ചുറൽ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാമെന്നാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് ഫേസിൽ ജസ്റ്റ് ഡയറക്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ ചീക്കിൽ, നോസിൽ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളിടത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ചിലർക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു പോർഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലോയി ഡ്യൂയി ആയിട്ടൊന്ന് തിളങ്ങി നിൽക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു BB ക്രീമിൻ്റെ, മറ്റേ ഡെർമാക്കോയുടെ BB ക്രീമിൻ്റെ കൂടെ ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അതല്ലാതെ BB ക്രീം മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ആ കറക്റ്റ് ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഇതിപ്പം ആ ഒരു ഗ്ലോ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് സമയം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കിപ്പോൾ ചൂടുള്ള ഈ ക്ലൈമറ്റിലൊക്കെ ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ അത്രയും നോക്കിയിട്ടില്ല കേട്ടോ. എന്നാലും നമുക്കൊരു ഗ്ലോ തരുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാനിത് ഫേസിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പം തന്നെ ഇത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ. റേറ്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പക്ഷെ ഒരുപാട് എടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. കണ്ടോ, ഇപ്പോൾ തന്നെ ആ ഒരു ഗ്ലോ, ഞാനിപ്പോൾ ഫേസിൽ വേറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവുന്നില്ലേ? സി കാണാം. നമുക്ക് നോസിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഫേസിൽ നമുക്കിത് നേരിട്ട് നോക്കുമ്പം നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തരുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഭാഗമൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ഹൈലൈറ്റർ ആയിട്ടും അല്ലെങ്കിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോയെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ടൊക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളത് എൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് നല്ല റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു നാച്ചുറൽ ഗ്ലോ എന്തായാലും ആ ഒരു ഗ്ലോയി ഡ്യൂയി എഫക്റ്റ് ഇത് എന്തായാലും തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഞാനിത് പർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. ബൈ.